എനിക്ക് എൻ്റെ ക്ലാസ്സിൽ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ അറിയത്തില്ല, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, എനിക്ക് നന്നായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റ് സംസാരിക്കാൻ പോലും അറിയത്തില്ല. പക്ഷേ ഈ ലോക്ക്ഡൗണിന് ശേഷം 34 ഫ്ലൈറ്റ് യാത്രകൾ ചെയ്യുവാൻ, പല രാജ്യങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി പാടാൻ കർത്താവ് ഭാഗ്യം ഒരുക്കി. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ എൻ്റെ കൂടെ സാംസണും ഉണ്ട്, എൻ്റെ കൂടെ ഗ്ലാഡ്സണും ഉണ്ട്. ഇവർ രണ്ടുപേരും 8 വർഷത്തിലേറെയായിട്ട് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബാൻഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. പ്രിയ സാംസൺ ഇന്ന് പൗർവിഷൻ ടി വിയിലൂടെ അദ്ദേഹം സുപരിചിതനാണ്. അദ്ദേഹത്തെ നിങ്ങൾ പൗർവിഷൻ ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹമാണ് അവിടെ കീബോർഡ് വായിക്കുന്നത്. അതിലും ഏറ്റവും അത്ഭുതം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പാസ്റ്റർമാരും മക്കളുമാണ്. ഞങ്ങൾ ടീമിൽ തന്നെ ഒരു പാസ്റ്റർമാരും മക്കളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവരെല്ലാം തകർന്നവരായിരുന്നു, തരിപ്പിടമായിട്ട്. ഇവർക്ക് ഒത്തിരി സാധ്യതകൾ ലോകത്തിലുണ്ട്, സകല സാധ്യതകളും ലോകത്തിലുണ്ട്. പക്ഷേ അതെല്ലാം വേണ്ടെന്ന് വെച്ച് യേശുവിന് വേണ്ടി പാടുവാൻ അവരുടെ ലൈഫിനെ മാറ്റിവെച്ചു. ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നവരെ നിങ്ങൾക്ക് യേശുവിനേക്ക് ഒന്നും കൂടെ അടുത്തു വരാൻ കഴിയുമോ? അവൻ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും നിങ്ങളെ നടത്തുവാൻ അവൻ സർവശക്തനാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. യേശുവിനോട് പറഞ്ഞ കർത്താവേ, സുഖമുള്ളപ്പോൾ കണ്ണുനീരുള്ളപ്പോൾ ഒരു പ്രത്യേക ക്ലൈമറ്റിൽ ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട. എല്ലാ ടൈമിലും എവറി ടൈം ഞങ്ങൾക്ക് ആ യേശുവിന് വേണം. യേശു, അങ്ങില്ലാതെ ഞങ്ങൾക്ക് ഈ യാത്ര വേണ്ട, അങ്ങില്ലാതെ ഞങ്ങൾക്ക് ഈ യാത്ര വേണ്ട. ഞങ്ങൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് യേശു മാത്രമാ. എല്ലാ തരങ്ങളും ചലിപ്പിച്ച് 1-2 മിനിറ്റുകൾ കർത്താവിന് നന്ദി പറഞ്ഞ്, 1-2 മിനിറ്റുകൾ കർത്താവിന് നന്ദി പറഞ്ഞ് അന്യഭാഷാബലം പ്രാപിച്ച്